പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടികളുടെ കൊമ്പ് കോർക്കൽ. കഴിഞ്ഞ ദിവസം ആനമട പെരിയചോല ഭാഗത്ത് ജീപ്പ് ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങൾ കാണാം. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, ഈ കാട്ടി എന്ന് വായിച്ചപ്പോൾ ഞാനൊന്ന് കൺഫ്യൂസ്ഡ് ആയി. കാട്ടിയാണോ കാട്ടുപോത്താണോ എന്നുള്ളത്. അപ്പോൾ കാട്ടി തന്നെയാണ് അല്ലേ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ തരത്തിലുള്ള ദൃശ്യങ്ങൾ അവിടെ പതിവാണോ? ലക്ഷ്മി പത്മയ്ക്ക് മാത്രമല്ല, പൊതുവെ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്കെല്ലാം പൊതുവെ ഇതിനെ കാട്ടുപോത്തെന്ന് പറഞ്ഞാണ് ശീലമുള്ളത്. ശരിക്കും ഇതിൻ്റെ നാമം കാട്ടി എന്നാണ്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. കാട്ടുപോത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന പോത്തിനെ പോലെ കാട്ടിലുണ്ടെന്ന് കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് കാട്ടിയാണ്. കാട്ടിയുടെ ഒരു കൊമ്പുകൾ തമ്മിൽ കോർത്ത് അത് പോരുണ്ടാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് വന്നത്. ഇവിടെ ഈ പ്രദേശത്താകെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാട്ടികൾ ഇത്തരത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് വലിയ തരത്തിൽ ദൃശ്യഭംഗിയൊക്കെ ഉള്ളൊരു ജീവിയാണ്. മാത്രമല്ല, നമ്മുടെ ബാഹുബലി സിനിമയിലൊക്കെ ഇതിൻ്റെ ഒരു മാതൃകയിലാണ് അത്തരത്തിൽ ഒരു ജീവിയെ അവിടെ ആനിമേറ്റ് ചെയ്ത് സൃഷ്ടിക്കുകയൊക്കെ ഉൾപ്പെടെ ചെയ്തത്. ഏതാണെങ്കിലും കാട്ടികളുടെ ദൃശ്യഭംഗി നേരത്തെ തന്നെ വലിയ തരത്തിൽ ഈ വനയാത്രക്കാർക്കൊക്കെ തന്നെയും വലിയ പ്രത്യേകതകളുള്ളതാണ്. ദൃശ്യങ്ങളിൽ പകർത്താൻ തന്നെ വലിയ രസമുണ്ട് കാട്ടിയെ. അത്തരത്തിൽ ഈ കാട്ടികൾ കൊമ്പ് കോർക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യത്തിൽ ഈ കാടിനുള്ളിൽ ഇത്തരത്തിൽ സഞ്ചാരം നടത്തിയവർക്ക് കിട്ടിയ ദൃശ്യങ്ങളാണ്. അവർ മൊബൈലിൽ പകർത്തിയ ക്യാമറകളിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സാധാരണ രീതിയിൽ സംഘർഷങ്ങൾ ഉണ്ടാവാറുള്ളതാണ് എന്നുള്ളതാണ് അവിടുത്തെ ഈ കാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ഇത് ഇത്തരത്തിൽ യാത്ര പോയവർക്ക് ഇത് പകർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ റെയറായിട്ട് ഇത്തരത്തിൽ ഇത് ജനവാസ മേഖലകളിലൊക്കെ ഇറങ്ങാറുണ്ട്. എന്നാൽ നിലവിൽ അങ്ങനെ വ്യാപകമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ജീവിയല്ല. ഏതാണെങ്കിലും ഈ ദൃശ്യങ്ങൾ കാണാൻ ഇപ്പോൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലക്ഷ്മി പത്മ. അജിത് ബാബു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.